ഹലോ ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പപ്പി മോള് സോറി പറയാൻ വേണ്ടിയിട്ട് ചേച്ചിയമ്മയുടെ അടുത്തേക്ക് പോകാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കമലിന് ഇത് കാണുന്നുണ്ട്. കമലിന് അപ്പോഴേക്കും ഒരാളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം കമലിന് ആ ഫോൺ കട്ട് ചെയ്തിട്ട് മോളുടെ പുറകെ പോവാണ്. പപ്പി മോളെ എന്ന് പറഞ്ഞ് വിളിച്ച് പോകുമ്പോഴേക്കും പപ്പി മോൾ ഓടുകയാണ്. ഓടിച്ചെന്നൊരു വണ്ടി വന്നിട്ട് പപ്പി മോൾക്കിട്ട് തട്ടുകയാണ്. എന്നിട്ട് കുഞ്ഞ് ബോധമില്ലാതെ അവിടെ കിടക്കുവാണ്. വേഗം കമൽ വന്നെടുത്ത് ഒരു വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞിട്ട് വിഷ്ണുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ആശാനെ വേഗം ഹോസ്പിറ്റലിലേക്ക് വാ, പപ്പി മോൾക്ക് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോഴേക്കും വിഷ്ണു ഇത് വീട്ടിൽ പറയുന്നുണ്ട്, പപ്പിയമ്മക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അന്തിച്ച് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. വേഗം ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അതിനിടയ്ക്ക് ഷാമി ഒരുപാട് തവണ സത്യാമ്മ വഴക്കൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിനെ നോക്കാത്തതിൻ്റെ പേരിലും ഇങ്ങനെ തന്നിഷ്ടം കാണിക്കുന്നതിൻ്റെ പേരിൽ പപ്പിമോളെ എല്ലാം വഴക്കൊക്കെ പറയുന്നതൊക്കെയുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറോട് വിവരങ്ങൾ തിരക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നതാണ് ഇത്രയും പേരിന് നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറയുന്നത്. എന്നിട്ട് ബ്ലഡിന് വേണ്ടി ഇവരെല്ലാം അന്വേഷണം നടക്കുകയാണ്. ബ്ലഡ് ബാങ്കിലൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഷാമയ്ക്ക് അറിയാമല്ലോ നമ്മുടെ ശാലിനിയുടെ ബ്ലഡ് നെഗറ്റീവ് വന്നു. വേഗം ശാലിനിയെ വിളിച്ച് ഷാമ പറയാണ്, കുഞ്ഞേച്ചി പപ്പിമോക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആയി, ഇച്ചിരി സീരിയസ് ആണ്, ബ്ലഡ് വേണമെന്ന് പറയുന്നത്. അങ്ങനെ ശാലിനി വേഗം ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഷാമ ആരും അറിയാതെ വിളിച്ചതിൻ്റെ പേരിൽ ശാലിനി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരികയാണ്. ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ചോദിക്കുകയാണ്, കുട്ടിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയും മോളാണെന്ന് പറയാൻ വന്നു. എന്നിട്ട് പറയും അല്ല അനിയത്തിയുടെ മോളാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയണം കുട്ടിയുടെ നില ഇച്ചിരി സീരിയസ് ആണ്, പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റത്തുള്ളൂ, ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ടുണ്ട്, ഒന്നും പറയാനായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും സ്വന്തം അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു വിഷമം കാര്യങ്ങളും ഒക്കെ ശാലിനിക്ക് അങ്ങ് ഇതാകുകയാണ്. പക്ഷേ ശാലിനിക്ക് അത് ശരിക്കും പ്രകടിപ്പിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ശാലിനി നിൽക്കുന്നത്. ശാലിനി അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ട് അകത്ത് നിന്നാണ് ശാലിനി ബ്ലഡ് കൊടുക്കുന്നത്. സത്യാമ്മയും മറ്റാരും തന്നെ ഈ ബ്ലഡ് കൊടുക്കാൻ ശാലിനി വന്നൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ശ്യാമ വന്നിട്ട് ഐസിയുൻ്റെ വാതിൽക്ക് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യാമ്മ ചോദിക്കും ആരെങ്കിലും വന്നോടി ബ്ലഡ് കൊടുക്കാമെന്ന് പറയും. എല്ലാവരും നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് വിഷമിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരമ്മയോട് വന്നിട്ട് സ്വന്തം കുഞ്ഞിൻ്റെ നില ഭയങ്കര ഗുരുതരമാണെന്ന് ഡോക്ടർ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങനെ ശാലിനി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ശാലിനി ഒളിച്ചാണ്, ആരും കാണാനാണ് വന്നിരിക്കുന്നത്. ശാലിനിക്ക് ഇവരെ ആരുടെ മുന്നിൽ പെടാതെ തന്നെ പോവുകയും ചെയ്യണം. രോഹിത്തും വിഷ്ണുവൊക്കെ ബ്ലഡിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങും ബ്ലഡ് അവർക്ക് കിട്ടുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ സത്യാമ്മയുടെ മുന്നിൽ പെടുകയോ സത്യാമ്മ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെ ഇനി കാണിക്കുന്നുണ്ടായിരിക്കാം വരുന്ന എപ്പിസോഡിൽ. പിന്നീടാണെങ്കിൽ നമ്മുടെ ആ സുസ്മിതയുടെ കൂട്ടുകാരിയായിട്ട് വന്ന് രഹസ്യം പറയാൻ വന്നയാൾ സുസ്മിതയോട് പറയുന്നുണ്ട്, വലിയൊരു രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ശാലിനി പ്രസവിച്ച 2 മക്കളാണ് പപ്പിയും സത്യയും. ഒറ്റ പ്രസവത്തിൽ കിട്ടിയ വിഷ്ണുവിൻ്റെ 2 മക്കളാണെന്ന് പറയുകയാണ്. ഇത് സുസ്മിതയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു ബോംബ് ഇവിടെ ഉണ്ടെന്ന് ഒരിക്കലും സുസ്മിത പ്രതീക്ഷിക്കുന്നില്ല. സുസ്മിത പറഞ്ഞു, നീ എന്തായി പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ബോംബ് കൊണ്ട് ആ കുടുംബം തന്നെ പൊട്ടിത്തകരാനുള്ള ഒരു ഹെൽപ്പുള്ളൊരു ബോംബാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്നൊക്കെ പറയണം. ഇനിയിപ്പോൾ സുസ്മിത ഈ ബോംബുമായിട്ട് നന്നായിട്ട് കളിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉടനെ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷാമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.